Hello friends, welcome to Easy Study Tips. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം K2 സെക്കൻഡ് ഇയർ S4ലെ സിലബസ് ആണ്. മൊഡ്യൂൾ 4ലെ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FCF ഷെഡ്യൂളിങ്ങിനെ പറ്റി. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കനോട് പ്രസ് ചെയ്യണം. താങ്ക് യു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ പറ്റിയാണ്. ഇപ്പോൾ ഒരുപാട് പ്രോസസ്സ് CPU വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഷെഡ്യൂളർ ആണ് ഓരോ പ്രോസസ്സിനെയും CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പ്രോസസ് ഷെഡ്യൂളർ ഷെഡ്യൂൾസ് ഡിഫറെന്റ് പ്രോസസ് ടു ബി അസൈൻ ടു ദ CPU ബേസ്ഡ് ഓൺ ദ പർട്ടിക്കുലർ ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പോൾ പ്രോസസ് ഷെഡ്യൂളർ പർട്ടിക്കുലർ ഷെഡ്യൂളിംഗ് അൽഗോരിതം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോസസ്സിനെ എല്ലാം CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോൺ പ്രീ എംപ്റ്റീവ് അൽഗോരിതവും പിന്നെ പ്രീ എംപ്റ്റീവ് അൽഗോരിതവും. നോൺ പ്രീ എംപ്റ്റീവ് അൽഗോരിതം മീൻസ് നോട്ട് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അൽഗോരിതം അല്ല നോൺ പ്രീ എംപ്റ്റീവ്. മീൻസ് ഇപ്പൊ കുറെ പ്രോസസ് ഉണ്ട്, P1, P2, P3. ഇതിന്റെ ഏതാണോ ആദ്യം വന്ന അങ്ങനെ ഒന്നും ബേസ്ഡ് ആയിട്ട് ആയിരിക്കത്തില്ല CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനെയാണ് നോൺ പ്രീ എംപ്റ്റീവ് ബേസ്ഡ് ഓൺ അൽഗോരിതം എന്ന് പറയുന്നത്. അടുത്ത പ്രീഎംപ്റ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. ഇപ്പൊ ഏത് പ്രോസസ്സാണോ ആദ്യം വന്നത് ആ പ്രോസസ്സിനായിരിക്കും ആദ്യം CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് പ്രീഎംപ്റ്റീവ് അൽഗോരിതം, ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനിയും 6 ടൈപ്പ് ഓഫ് പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഒന്നാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതിനെ നമ്മൾ വിളിക്കും FCFS. നമ്മുടെ മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള അൽഗോരിതമാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ SJF ഷെഡ്യൂളിംഗ്. മൂന്നാമത്തെ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഷെഡ്യൂളിംഗ്. 4 പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. 5 റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. 6 മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ 5ാമത്തെ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. ഇനി നമുക്ക് FCFS ഷെഡ്യൂളിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. FCFS scheduling means jobs are scheduled on first come first serve basis. അതായത് ആദ്യം വരുന്ന ഏത് പ്രോസസ് ആണോ അതിന് ആദ്യം CPU അസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെയുള്ളൂ രണ്ടാമത് വരുന്ന പ്രോസസ്സിന് CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ FCFS ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. FCFS ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെന്റ്. നമുക്ക് മനസ്സിലാക്കാനും പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ബേസ്ഡ് ഓൺ FIFO-Q, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതാണ് FIFO-Q എന്ന് പറയുന്നത്. FCFS ഷെഡ്യൂളിംഗ് ഇപ്പൊ P1, P2, P3 എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഇതിങ്ങനെ CPU വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ P1 ആണ് ഫസ്റ്റ് വന്ന്, P2 സെക്കൻഡ് വന്നു, P3 രണ്ടാമത്തെ സെക്കൻഡ് വന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത് FCFSൽ P1 ആയിരിക്കും. കാരണം ഫസ്റ്റ് വന്നത് P1 ആണ്. സെക്കൻഡ് P1 എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം രണ്ടാമത് CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത് P2നായിരിക്കും. പിന്നെ P2 എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം CPU യൂസ് ചെയ്തതിനു ശേഷം മൂന്നാമത് CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പ്രോസസ് P3 ആയിരിക്കും. ഇതാണ് FCFS ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഫസ്റ്റ് ആരാന്താ വന്ന അവർക്കായിരിക്കും ഫസ്റ്റ് CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പൂവർ ഇൻ പെർഫോമൻസ് as average wait time is high. അപ്പൊ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പൂവർ ആണ്. പിന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് ഹൈ. കാരണം ആവറേജ് വെയിറ്റിംഗ് ടൈം ഹൈ ആവാൻ കാരണം ഇപ്പൊ ഒരു പ്രോസസ്സ് ഫസ്റ്റ് വന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ സെക്കൻഡ് വന്ന പ്രോസസ്സിന് CPU യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ പ്രോസസ്സും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മുന്നത്തെ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നിടം വരെ. അതാണ് പറഞ്ഞേക്കുന്നത് ആവറേജ് വെയിറ്റ് ടൈം ഈസ് ഹൈ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് FCFSന്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അതായത് 4 പ്രോസസ്സ് തന്നിട്ടുണ്ട്, P1, P2, P3, P4. അതിന്റെ അറൈവൽ ടൈം P0 വന്നത് 0 സെക്കൻഡിലും, P1 വന്നത് 1 സെക്കൻഡിലും, P2 വന്നത് 2 സെക്കൻഡിലും, P3 വന്നത് 3 സെക്കൻഡിലും. പിന്നെ P0ക്ക് CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന ടൈം എന്ന് പറയുന്നത് 5ഉം, P1ന് CPU യൂസ് ചെയ്യാൻ വേണ്ടുന്ന ടൈം, അതായത് P1ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 3ഉം, P2ന് 8ഉം, P3ക്ക് 6ഉം ആണ്. അതിന്റെ സർവീസ് ടൈം തന്നിട്ടുണ്ട്. P0ക്ക് 0, ഇവിടെ P1ന് 5, P2ന് 8, P3ക്ക് 16 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ FCFS ഷെഡ്യൂളിംഗിന്റെ ഒക്കെ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗാൻ ചാർട്ട് വരയ്ക്കണം. ഇതാണ് ഗാൻ ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പറയുന്നത് ഇപ്പൊ എത്ര പ്രോസസ് ഉണ്ടോ അത്രയും ഒരു ഇത് വരച്ചിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് ആ പ്രോസസ്സിനെല്ലാം ആദ്യം നമ്മൾ അങ്ങനെ എഴുതണം. അതായത് ഇപ്പൊ ഇവിടെ 4 പ്രോസസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. അപ്പൊ ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. P0, P1, P2,
P3 ഇതിങ്ങനെ വരയ്ക്കുക. അതായത് ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് അതിന്റെ എന്താണ് ടൈം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ P0 ആണ് എത്രാമത്തെ സെക്കൻഡിൽ അറൈവ് ചെയ്തേക്കുന്നത്? P0 0. അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന ടൈം എത്ര? 5 അല്ലെ? 5. അപ്പം മൊത്തം ഇവിടെ 5 ഏർപ്പെടുത്തുക. ഓക്കെ, അപ്പൊ 0 to 5 P0 ആണ് CPU യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രോസസ് ഏതാ? P1 അറൈവ് ചെയ്തേക്കുന്നത് എത്ര? 1. പക്ഷെ 0 to 5 ടൈമില് എന്താണ് P0 ആണ് CPU യൂസ് ചെയ്തേക്കുന്നത് അല്ലെ? പിന്നെ P1 CPU യൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാ? P0 എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം, അതായത് 5 ടൈം കഴിയുമ്പോൾ P0 ഇറങ്ങിയതിനു ശേഷമേ P1 CPU യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി CPUന്റെ P1ന്റെ എക്സിക്യൂട്ട് ടൈം എത്ര നോക്കണം? 3. അപ്പൊ 5 + 3 എത്ര ആയിരിക്കും? 8 ഇവിടെ എഴുതണം. ഓക്കെ, ഇനി അടുത്ത P2ന്റെ നോക്കണം. P2ന്റെ എക്സിക്യൂട്ട് ടൈം എത്ര? ഇവിടെ 8 അല്ലേ? അപ്പം 8 + 8 എത്ര? 16 എഴുതണം. അതിനുശേഷം P3യുടെ നോക്കണം. P3യുടെ എക്സിക്യൂട്ട് ടൈം എത്ര? 6. അപ്പം 16 + 6 എത്ര? 22. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ടൈം എഴുതിയേക്കുന്നത്. ഓക്കെ, ഞാൻ ചാർട്ട് വരയ്ക്കുക, പ്രോസസ് അടയാളപ്പെടുത്തുക, എന്നിട്ട് അതിന്റെ എക്സിക്യൂട്ടഡ് ടൈം വെച്ചിട്ട് അതിന്റെ ടൈം അടയാളപ്പെടുത്തുക. ഇനി ഈ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൌണ്ട് ടൈമും കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് പ്രോസസ് P0, P1, P2, P3. വെയിറ്റിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു സർവീസ് ടൈം മൈനസ് അറൈവൽ ടൈം. നമുക്ക് തന്നിട്ടുണ്ട് ഓരോന്നിന്റെ സർവീസ് ടൈം എത്ര ആണെന്ന്. അപ്പം സർവീസ് ടൈം മൈനസ് അറൈവൽ ടൈം ആണ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത്. P0യുടെ സർവീസ് ടൈം എന്ന് പറയുന്നത് 0 ആണ്. 0 മൈനസ് അറൈവൽ ടൈം. P0 അറൈവ് ചെയ്ത് എപ്പോഴാണ്? 0യിൽ. അപ്പം അതിന്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 0. അതായത് P0 അല്ലേ ഫസ്റ്റ് കയറി. അപ്പൊ P0ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത P1 നോക്കണം. P1ന്റെ സർവീസ് ടൈം എത്ര? P1ന്റെ സർവീസ് ടൈം 5. പിന്നെ P1ന്റെ അറൈവൽ ടൈം നോക്കണം 1 അല്ലെ? അപ്പൊ അതിന്റെ വെയിറ്റിംഗ് ടൈം എത്ര? 5 - 1 4. ഇനി അടുത്ത P2 നോക്കണം. P2ന്റെ വെയിറ്റിംഗ് ടൈം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. P2ന്റെ സർവീസ് ടൈം എത്ര? 8. പിന്നെ അതിന്റെ അറൈവൽ ടൈം എത്ര? 2. 8 - 2 എത്ര കിട്ടി? നമുക്ക് 6 കിട്ടി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് P3യുടെ ആണ്. P3യുടെ സർവീസ് ടൈം എത്ര? 16. അറൈവൽ ടൈം എത്ര? 3. അപ്പൊ 16 - 3 എത്ര കിട്ടും? 13 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത്. സർവീസ് ടൈം തന്നിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത്. ഈ സർവീസ് ടൈം തരാത്ത കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ഗ്യാൻ ചാർട്ട് നോക്കി കണ്ടുപിടിക്കും. അപ്പൊ P0 വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? P0യുടെ സർവീസ് ടൈം നോക്കണം. അപ്പം എന്താണ്? 0യിൽ അത് കയറി. അറൈവൽ ടൈം നോക്കണം 0. അപ്പൊ 0 എഴുതി. P1ന്റെ നോക്കാൻ നേരം P1ന്റെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ നോക്കാൻ നേരം P1 എപ്പോഴാണ് CPU കിട്ടിയ? 5ാമത്തെ സെക്കൻഡിലല്ലേ? അപ്പം 5 - P1 അറൈവ് ചെയ്ത് എപ്പോഴാ? 1. അപ്പൊ 5 - 1 4. ഇനി അടുത്ത P2ന്റെ കേസ് നോക്കുമ്പോൾ P2 എപ്പോഴാ CPU കിട്ടിയേ? 8ലല്ലേ കിട്ടിയേ? അപ്പം 8 - P2 എപ്പോഴാ വന്നത്? അറൈവൽ ടൈം 2. അപ്പം 6. ഇനി അടുത്ത P3യുടെ നോക്കുമ്പോൾ P3ക്ക് എപ്പോഴാ CPU കിട്ടിയേ? 16ാമത്തെ സെക്കൻഡിലല്ലേ? അതായത് P2 16ാമത്തെ സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം CPU യൂസ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ആണ് P3ക്ക് കിട്ടിയത്. അതായത് 16ാമത്തെ സെക്കൻഡ്. അപ്പൊ 16 അറൈവൽ ടൈം എത്ര? 3. അപ്പം 13 കിട്ടും. അപ്പം സർവീസ് ടൈം ചില ക്വസ്റ്റ്യൻ തരത്തില്ല. അപ്പൊ നമ്മൾ ഗ്യാൻ ചാർട്ട് ബേസ്ഡ് ആയിട്ട് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണം. ഇനി ആവറേജ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടണം. നമ്മുടെ ഈ വെയിറ്റിംഗ് ടൈം എല്ലാം കൂടെ കൂട്ടണം. അപ്പൊ 0 + 4 + 6 + 13/4. അപ്പൊ 23/4 = 5.75 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് FCFS ഷെഡ്യൂളിംഗിന്റെ. ഇനി നമുക്ക് ടേൺ അറൌണ്ട് ടൈം കണ്ടുപിടിക്കാം. ടേൺ അറൌണ്ട് ടൈം മീൻസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം. അതാണ് ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം. ഇനി ടേൺ അറൌണ്ട് ടൈം ഓഫ് P0യുടെ ടേൺ അറൌണ്ട് ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. P0 എപ്പോഴാ CPU യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സിറ്റ് ആയത്? 5ാമത്തെ സെക്കൻഡിലല്ലേ? അപ്പൊ 5 - എക്സിറ്റ് ടൈം 5 - അറൈവൽ ടൈം. P0യുടെ അറൈവൽ ടൈം എത്ര? 0. അപ്പം 5 - 0 എത്ര കിട്ടി? 5 കിട്ടി. പിന്നെ ടേൺ അറൌണ്ട് ടൈം ഓഫ് P1ന്റെ എന്താണ്? P1 എപ്പോഴാ എക്സിറ്റ് ചെയ്തത്? P1 8ാം സെക്കൻഡിലാണ് എക്സിറ്റ് ചെയ്തത് അല്ലെ? അപ്പം നോക്കണം. 8 എഴുതി മൈനസ് എത്രാമത്തെ സമയത്ത് P1 അറൈവ് ചെയ്ത്? 1 സെക്കൻഡ്. അപ്പം 7 കിട്ടി. ഇനി ടേൺ അറൌണ്ട് ടൈം ഓഫ് P2 എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ്? ഇപ്പൊ 16ാമത്തെ സെക്കൻഡിൽ അല്ലെ?
അപ്പം 16 മൈനസ് അറൈവൽ ടൈം എത്ര 2 = 14 കിട്ടും. പിന്നെ ടേൺ അറൌണ്ട് ടൈം ഓഫ് P3 എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് 22 സെക്കൻഡിലാണ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ P3യുടെ അറൈവൽ ടൈം എത്ര 3 = എത്ര കിട്ടും 19 കിട്ടും. അപ്പം ഈ ഗാന്റ് ചാർട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് ഈ ടേൺ അറൌണ്ട് ടൈം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഗാന്റ് ചാർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, 0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ P0 എത്ര എക്സിക്യൂട്ട് ചെയ്യുന്നു അതേ ടൈം ഇവിടെ എഴുതണം. അതിനുശേഷം തൊട്ടടുത്ത ആരാണോ FCFS ഷെഡ്യൂളിംഗ് P1 ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ട് ടൈം ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. പിന്നെ P3 പിന്നെ അടുത്ത P2 ആണ്. P2ന്റെ എക്സിക്യൂട്ട് ടൈം എത്ര 8, അത് ഈ ടൈമിന്റെ കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതണം. അപ്പം P2 CPU എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്താണ് CPU നിന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുന്നത് 16ാമത്തെ സെക്കൻഡിലാണ്. അപ്പം P2 CPU റിലീസ് ചെയ്യുമ്പോഴാണ് P3 CPU യൂസ് ചെയ്യാൻ പറ്റുന്നത്, P3ക്ക് CPU യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത ആവറേജ് ടേൺ അറൌണ്ട് ടൈം കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടേൺ അറൌണ്ട് ടൈം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5 + 7 + 14 + 19/4 = 11.25 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൌണ്ട് ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇത് ഇപ്പൊ നമ്മുടെ എന്താണ് എക്സാമിന് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗേറ്റിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.